ആരംഭിക്കുമ്പോൾ പ്രായമായവരും യുവ പ്രേക്ഷകരുമെല്ലാം ഒരേപോലെ തിയേറ്ററുകളിലേക്ക് വരുന്ന മാസ് മസാലയും ആക്ഷൻ ഫാന്റസിയും എല്ലാം നിറഞ്ഞ സിനിമകളാണ് റിലീസിനായി എത്തുന്നത്. ആഷിക് കപൂറിന്റെ സംവിധാനത്തിലെത്തുന്ന റൈഫിൾ ക്ലബ് ആണ് ഇതിൽ പ്രധാന റിലീസ്. ദിലീഷ് പോത്തൻ, വാണി വിശ്വനാഥ് എന്നിവരോടൊപ്പം ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപും പ്രധാന വേഷത്തിലെത്തുന്ന ഈ സിനിമ ഈ മാസം 19-ന് തിയേറ്ററുകളിലെത്തും. ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന മാർക്കോ എന്ന സിനിമ മറ്റൊരു പ്രധാന റിലീസാണ്. ഈ ചിത്രത്തിൽ അടിമുടി ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്ന് സൂചനകളുണ്ട്. വ്യത്യസ്തമായ ജേണറുകളിൽ കഥകൾ പറയുന്ന ആഷിക് കപൂറിന്റെ റൈഫിൾ ക്ലബ് പോസ്റ്ററുകൾ മുതൽ ഗന്ധർവഗാനം എന്ന സോങ് വരെ എല്ലാ അപ്ഡേറ്റുകൾക്കും വലിയ പ്രതീക്ഷകൾ ഉയർത്തിയിട്ടുണ്ട്. ഈ പ്രതീക്ഷകളോടെ റൈഫിൾ ക്ലബ് ഉയർന്ന ഒരു വലിയ ഹിറ്റ് തന്നെ പ്രതീക്ഷിക്കാം. റൈഫിൾ ക്ലബിന്റെ തിരക്കഥയും സംഭാഷണവും ദിലീഷ് നായർ, ശ്യാം പുഷ്കരൻ, ഷറഫും സുഹാസ് എന്നിവർ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. മായാനദിക്ക് ശേഷം ആഷിക് കപൂർ, ശ്യാം പുഷ്കരൻ, ദിലീഷ് നായർ ടീം വീണ്ടും ഒന്നിക്കുന്നതിന്റെ പ്രത്യേകതയും ഈ ചിത്രത്തിലുണ്ട്. ഈ വർഷം ഡിസംബർ 25-ന് മോഹൻലാലിനെ നായകനാക്കി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമ റിലീസ് ചെയ്യുകയാണ്. ക്രിസ്തുമസ് പോലൊരു ഫെസ്റ്റിവൽ സീസണിൽ മോഹൻലാലിനെ പോലൊരു ബാങ്കബിൾ നടന്റെ ചിത്രം എത്തുമ്പോൾ വലിയ പ്രതീക്ഷകൾ ഉണ്ടാകുമല്ലോ. എന്നാൽ ബറോസിൽ അതിനപ്പുറം പ്രതീക്ഷകൾക്ക് വേറെയും കാരണങ്ങളുണ്ട്. പ്രധാനമായും ലാൽ തന്നെ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം എന്നത് തന്നെയാണ്.